എന്താടി മോളെ നീ കല്യാണത്തിന് ഇല്ല പറയണത്? ഇത്രയും ദിവസം ഇരുന്നിട്ട് ആ സമയത്താണോ ജോലിക്ക് പോകുന്നത്? എന്റെ ചേച്ചി കല്യാണമാണ് പറഞ്ഞിട്ട് എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്തിരിക്കാൻ പറ്റുമോ? എടാ ഇതിപ്പോഴൊന്നും ഞാൻ അപ്ലൈ ചെയ്തല്ല, 6 മാസമായി. അവിടെ കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്തായാലും കിട്ടിയില്ലേ, ഞാൻ പോവും. അല്ല നീ എന്തിനിപ്പോ ബാംഗ്ലൂരൊക്കെ അപ്ലൈ ചെയ്യാൻ പോയത്? നാട്ടിൽ തന്നെ എന്തെങ്കിലും നോക്കിക്കൂടെ? ആണെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഒരു കൂട്ടായല്ലോ. നാട്ടിലൊക്കെ ഇത്രയും വലിയ സാലറി കിട്ടോ? എന്റെ ചേച്ചി അച്ഛനും അമ്മയും നോക്കണം പറഞ്ഞിട്ടേ എന്റെ നല്ല ലൈഫും കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ ഇരിക്കാനാ? നീ എന്തൊക്കെയാടി പറയണത്? അല്ല നീയും കുറെ പഠിച്ചാണല്ലോ, എന്നിട്ട് എന്താ എവിടെയും പോകണം ഇവിടെ തന്നെ ഇരിക്കുന്നത്? എടി നമ്മുടെ വീട്ടിലെങ്ങനെയാ, അച്ഛൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണി ചെയ്ത് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് അമ്മന്റെ കൊണ്ടു കൊടുക്കും. അമ്മ അതൊക്കെ നമുക്കൊക്കെ വെച്ചുണ്ടാക്കി തന്ന് എത്ര സ്നേഹത്തോടെയും സന്തോഷത്തോടെയാണ് കഴിയുന്നത്. അതുപോലത്തെ ഒരു ലൈഫാണ് എനിക്കും ഇഷ്ടം. ഇവിടെ പിന്നെ ഏട്ടൻ പോകുന്നുണ്ടല്ലോ, നല്ല സാലറി ഉണ്ട്. പിന്നെ എനിക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചേച്ചി. ഇക്കാലത്ത് ഇതുപോലുള്ള പെണ്ണുങ്ങളുണ്ട് പറയുന്നത് കേൾക്കുമ്പോ തന്നെ അത്ഭുതമാവുക. അല്ല ഏട്ടനെവിടെ? ഏട്ടൻ ആരും കാണാൻ വേണ്ടി പോയത്. വന്നല്ലോ. ആ ഗീതു, നീ വന്നല്ലേ? ഞാൻ വിളിച്ച കാറുള്ളപ്പോ വേറെ ആരാ വന്നന്ന്? അല്ല ഒറ്റയ്ക്ക് ഓടിച്ചെന്താ? ആ ഏട്ടാ, ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ചു വന്നതാ. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് ഇപ്പൊ ഒരാഴ്ചയായേ. എന്തായാലും അച്ഛന്റെ കാർ അവിടെ വെറുതെ കിടക്കാം, അപ്പൊ ഞാൻ എടുത്തു. ആ എന്തായാലും നന്നായി. എന്റെ സന്ധ്യ, നീ നിന്റെ അനിയത്തിനെ കണ്ടുപഠിക്ക്. അവളുടെ പകുതി ധൈര്യം പോലും നിനക്കില്ലല്ലോ. അല്ല നിങ്ങൾ ഒരേ ജീവനല്ലേ, എന്നിട്ട് നീ മാത്രം എന്താ ഇങ്ങനെയായത്? അവൾക്കത് ബാംഗ്ലൂർ ജോലി കിട്ടിയതാ, സ്വന്തമായിട്ട് അവിടെ നിന്ന് കാർ ഓടിച്ചു വന്നിരിക്കുക. എനിക്ക് ഈ ഗേറ്റിന് പുറത്ത് കിടക്കാൻ എന്റെ ഇത് വേണ്ടേ? അല്ലാണ്ട് നീ ഒറ്റയ്ക്ക് പോലാലോ. കുറച്ചെങ്കിലും അവളുടെ പകുതി ധൈര്യം ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമായില്ലേ? എന്റെ ഗീത ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനെ. അവളെപ്പോഴും അങ്ങനെ തന്നെയാ. കല്യാണം കഴിഞ്ഞാലെങ്കിലും ഒരു മാറ്റം വരും വിചാരിച്ചു. എന്തായാലും ഏട്ടനൊന്ന് സ്ട്രോങ് ആക്കി എടുക്കണേ. ഇതെല്ലാം കൂടി എനിക്കാണല്ലോ പണി കിട്ടിയത്. നിന്റെ ചേച്ചി ഒരു മന്ദബുദ്ധി തന്നെ കേട്ടോ. ഞാൻ അകത്തുണ്ടാവും, ചെറിയ പരിപാടി ഉണ്ട്. അതുകൊണ്ടോ നീ വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തുതരാം. അല്ല ചേച്ചി, ഏട്ടനിപ്പോ നിന്നെ മന്ദബുദ്ധി നിലവിളിച്ചിട്ട് പോയത്? നിനക്കെന്താ ഒന്നും മനസ്സിലാവുന്നില്ലേ? ഇത്രയും പറഞ്ഞിട്ട് എന്നിട്ട് നീ ചിരിച്ചോണ്ടിരിക്കുന്നത്? നിനക്ക് വിഷമമൊന്നുമില്ല?